ശ്രീ സായിരാം. ഇന്ന് നമ്മളുടെ ക്ലാസ് പത്മ അവാർഡ് 2025 എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വർഷം തോറും പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ അവാർഡുകൾ. 3 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകുന്നത്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. 2025 പത്മ അവാർഡുകൾ ലഭിച്ചവരുടെ ആകെ എണ്ണം 139. പത്മവിഭൂഷൺ ലഭിച്ചവർ 7, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ ലഭിച്ചവർ 113 പേര്, പത്മ പുരസ്കാരം നേടിയ വനിതകൾ 23, പത്മ പുരസ്കാരങ്ങൾ സ്പോർട്സ് മേഖലയിൽ ലഭിച്ചവർ 5, പത്മ പുരസ്കാരം നേടിയ വിദേശികൾ 10, മരണാനന്തരം പത്മ പുരസ്കാരം ലഭിച്ചവരുടെ എണ്ണം 13. ഇനി നമുക്ക് പത്മവിഭൂഷൺ ലഭിച്ച 7 പേരെ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ ആളാണ് ദുവ്വൂർ നാഗേശ്വർ റെഡ്ഡി. അദ്ദേഹത്തിന്റെ മേഖല വൈദ്യശാസ്ത്രമാണ്. ഹൈദരാബാദിലെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി സ്ഥാപക ഡയറക്ടറാണ്. 3 പത്മ അവാർഡുകൾ ലഭിച്ച ആദ്യ ഇന്ത്യൻ ഡോക്ടർ. പത്മശ്രീ 2002, പത്മഭൂഷൺ 2016, പത്മവിഭൂഷൺ 2025 ലഭിച്ചു. അടുത്തത് ജഗദീഷ് സിംഗ് ഖെഹാർ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ്. മുത്തലാഖ് ഒരു മൗലിക അവകാശമാണെന്ന് വിധിച്ച വ്യക്തി. പുട്ടസ്വാമി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടും എന്ന് വിധിച്ച ജഡ്ജിംഗ് പാനലിൽ അംഗമായിരുന്ന വ്യക്തി. അടുത്തത് കുമുദിനി രജനികാന്ത് ലഖിയ. മേഖല കലയാണ്. ഇവര് കഥക് കലാകാരിയാണ്. 1987 പത്മശ്രീ ലഭിച്ചു. 2010 പത്മഭൂഷൺ ലഭിച്ചു. അടുത്തത് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. മേഖല കല, വയലിനിസ്റ്റ് ആണ്. പത്മഭൂഷൺ 2001 ലഭിച്ചു. അടുത്തത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ MD വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് മരണാനന്തര പുരസ്കാരമായാണ് അത് ലഭിച്ചത്. മേഖല സാഹിത്യം. അന്തരിച്ചത് 2024 ഡിസംബർ 25. അടുത്തത് ജപ്പാൻ വ്യാപാര വ്യവസായിയായ ഒസാമു സുസുക്കിയാണ്. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ലഭിച്ചത്. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആയിരുന്നു. അന്തരിച്ചത് 2024 ഡിസംബർ 25. 7ാമത്തെ ആളാണ് ശാരദ സിൻഹ. മരണാനന്തര പുരസ്കാരമായാണ് ഇത് ലഭിക്കുന്നത്. മേഖല കലയാണ്. ബീഹാർ കോകില എന്ന് അറിയപ്പെടുന്നു. എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സായിറാം.